ആറാം IPL കിരീടമെന്ന സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ഇനി അവർക്കും കപ്പിനുമിടയിൽ വെറും 2 കടമ്പകൾ മാത്രം. എലിമിനേറ്റർ പോരാട്ടത്തിൽ 2022 വിജയികളായ ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഹാർദിക് പാണ്ഡ്യയും മുംബൈ ഇന്ത്യൻസും ഫൈനലിന് തുല്യമായ 2ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. 229 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് എലിമിനേറ്ററിൽ GTക്ക് മുംബൈ നൽകിയത്. ശുഭ്മൻ ഗില്ലിന്റെ ടീം വീറോടെ തന്നെ പൊരുതിയെങ്കിലും 6 വിക്കറ്റിന് 208 റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. റൺ ചേസിൽ ഒരു സമയത്ത് അനായാസം മുന്നേറിയ GTയുടെ താളം തെറ്റിക്കാൻ മുംബൈ പയറ്റിയ തന്ത്രമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇത് ചതിയാണെന്ന് GT ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. മുംബൈ ചെയ്തതെന്താണ്? 229 റൺസ് ചേസ് ചെയ്യവേ ഗുജറാത്തിന്റെ തുടക്കം പാളിയിരുന്നു. ആദ്യത്തെ ഓവറിലെ 4ാമത്തെ ബോളിൽ തന്നെ നായകൻ ശുഭ്മാൻ ഗിൽ കൂടാരം കയറി. എന്നാൽ 2 മികച്ച കൂട്ടുകെട്ടുകൾ GTയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 2ാം വിക്കറ്റിൽ സായി സുദർശൻ കുശാൽ മെൻഡിസ് ജോഡി 64 റൺസാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ ടീം ടോട്ടൽ 67 നിൽക്കെ മിച്ചൽ സാന്റനർക്കെതിരെ ബാറ്റ് ചെയ്യവേ മെൻഡിസ് ഹിറ്റ് വിക്കറ്റായി പുറത്തായത് GTയെ ഞെട്ടിച്ചു. 4ാം നമ്പറിലേക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ GT പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്തു. സായിക്കൊപ്പം മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ഈ ജോഡിക്ക് സാധിക്കുകയും ചെയ്തു. ഈ സഖ്യത്തെ വേർപിരിക്കാൻ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ മധ്യ ഓവറുകളിൽ പല തന്ത്രങ്ങളും പയറ്റിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. തന്റെ തുറുപ്പ് ചീട്ടുകളായ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട് എന്നിവരെ പരീക്ഷിച്ചിട്ടും സായി വാഷിംഗ്ടൺ ജോഡി അനായാസം റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരുന്നു. മികച്ച റൺ റേറ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുവരും മുന്നേറിയത്. ഇതോടെ മുംബൈ ശരിക്കും ബാക്ക് ഫുട്ടിലായി. അവരുടെ ഡഗ്ഔട്ടിൽ മഹേല ജയവർദ്ധൻ ഉൾപ്പെടുന്ന കോച്ചിങ് സംഘവും നിരാശയിൽ ഇരിക്കുന്നത് കാണാമായിരുന്നു. 84 റൺസുമായി സായി വാഷിംഗ്ടൺ സഖ്യം കുതിക്കവേ മുംബൈ പരാജയമണത്തു. 13 ഓവർ പൂർത്തിയാവുമ്പോൾ GT 2 വിക്കറ്റിന് 148 റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു. 77 റൺസോടെ സായിയും 47 റൺസുമായി വാഷിംഗ്ടണും ക്രീസിൽ. 8 വിക്കറ്റുകൾ ശേഷിച്ച 7 ഓവറിൽ GTക്ക് ജയിക്കാൻ വേണ്ടത് 81 റൺസാണ്. സായി വാഷിംഗ്ടൺ ജോഡി 3-4 ഓവറുകൾ കൂടി ഗ്രീസിൽ തുടർന്നാൽ GTക്ക് നേടിയെടുക്കാവുന്ന റൺസായിരുന്നു ഇത്. കളി കൈവിട്ടേക്കുമെന്ന ഈ ഘട്ടത്തിലാണ് മുംബൈ പുതിയൊരു തന്ത്രം പയറ്റിയത്. സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് പരിക്കേറ്റ് നിലത്ത് കിടക്കുകയായിരുന്നു. പിന്നാലെ ടീം ഫിസിയോ വന്ന് താരത്തെ പരിശോധിക്കുകയും ചെയ്തു. ഇതോടെ അല്പസമയത്തേക്ക് കളിയും മുടങ്ങുകയായിരുന്നു. മുംബൈക്ക് വേണ്ടിയിരുന്നതും ഇതായിരുന്നു. നല്ല താളത്തിൽ പോയിക്കൊണ്ടിരുന്ന സായി വാഷിംഗ്ടൺ സഖ്യത്തെ പിരിക്കാൻ ഈ അടവ് മാത്രമേ മുംബൈയുടെ പക്കലുണ്ടായിരുന്നുള്ളൂ. ബ്രേക്കിന് പിന്നാലെ ബൗളിംഗിൽ ബുംറയെ ഹാർദിക് കൊണ്ടുവരികയും ചെയ്തു. GTയുടെ താളം തെറ്റിക്കാൻ മുംബൈ നടത്തിയ ഈ നീക്കം വിജയം കണ്ടു. ഓവറിലെ 4ാമത്തെ ബോളിൽ തന്നെ ബുംറയുടെ ഒരു അസാധ്യ യോർക്കറിൽ വാഷിംഗ്ടൺ ക്ലീൻ ബൗൾഡ്. ഇതോടെ മുംബൈ ആഗ്രഹിച്ച ആ ബ്രേക്ക് ത്രൂവും ലഭിച്ചു. അതുവരെ ഒഴുക്കോടെ പോയിക്കൊണ്ടിരുന്ന GTയുടെ താളവും തെറ്റുകയായിരുന്നു. ബ്രേക്കിന് മുമ്പ് ബാറ്റ് ചെയ്ത അതേ രീതിയിൽ ബാറ്റ് ചെയ്യാൻ പിന്നീട് സായിക്കുമായില്ല. 16ാം ഓവറിൽ സായിയെ റിച്ചാർഡ് ഗ്ലീസൺ ബൗൾഡാക്കിയതോടെ മുംബൈ കളിയിൽ പിടിമുറുക്കി. ഇതോടെ ആവശ്യമായ റൺ റേറ്റ് ഉയരുകയും പുതുതായി എത്തിയവർക്ക് കാര്യങ്ങൾ കടുപ്പമാവുകയും ചെയ്തു. ഇങ്ങനെ മുംബൈ ഇന്ത്യൻസ് വിജയം സ്വന്തമാക്കുകയും ചെയ്തു. GT പുറത്തായെങ്കിലും നിലവിൽ ഓറഞ്ച് ക്യാപ്പിനുടമയായ സായി സുദർശൻ എന്ന യുവതാരത്തിന്റെ ഈ സീസണിലെ പ്രകടനം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പഞ്ചാബ് കിങ്സിനെതിരെയുള്ള ക്വാളിഫയർ 2-വിൽ അവരെയും വീഴ്ത്താൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചാൽ ഫൈനലിലേക്ക് കടക്കാം. ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.